എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളായിരുന്നു. ഗണേഷ് കുമാർ മന്ത്രി തോറ്റേ എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കുന്നു, പായസം വിതരണം ചെയ്യുന്നു. അങ്ങനെ സ്വകാര്യ ബസ് ഉടമകൾ ഗണേഷ് കുമാറിന്റെ തോൽവി ആഘോഷമാക്കിയവരാണ്, LDFന്റെ തോൽവി ആഘോഷമാക്കിയവരാണ്, UDFന്റെ വരവ് വലിയ ആഘോഷമാക്കിയവരാണ്. ഇപ്പോ എന്താണ് സ്വകാര്യ ബസ് ഉടമകളുടെയും സ്വകാര്യ ബസ് ജീവനക്കാരുടെയും ഒക്കെ അവസ്ഥ? പരിതാപകരമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത പലതും VD സതീശൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റീത്ത് വെച്ച് ബസ്സുകൾക്ക് ഓടേണ്ടി വരുന്ന അവസ്ഥ, റീത്ത് വെച്ച് ഓടേണ്ടി വരുന്ന അവസ്ഥ നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാകും. ഇതൊരു ചീനിക്കാസ് എന്ന് പറയുന്ന ഒരു ബസ്, വാൽപ്പാറ ചാലക്കുടിയൊക്കെ ഓടുന്ന ബസ്സാണ്. വർഷങ്ങളായിട്ട് ആ റൂട്ടിലൂടെ ഓടുന്ന ബസ്സാണ്. ആ ബസ്സിന്റെ അവസാന സർവീസ് യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ പല ബസ്സുകളും സർവീസ് നിർത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുകയാണ്. എന്താണ് കാരണം? കാരണം വേറൊന്നുമല്ല, പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി തന്നെയാണ് ഈ ബസ് ഉടമകളൊക്കെ വലിയ പ്രതിസന്ധിയിലായത്. ഈ പറയുന്ന സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി തന്നെ ഞങ്ങൾ പ്രതിസന്ധിയിലായെന്ന് ഈ സ്വകാര്യ ബസ് ഉടമകളൊക്കെ നിരവധി തവണ പറഞ്ഞു കേട്ടോ. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ അത് കേൾക്കാനോ പരിഹാരം കണ്ടെത്താനോ ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം സ്വകാര്യ ബസ് മേഖല തകർന്ന് തരിപ്പണമാവുകയാണ്. പലയിടങ്ങളിലും സർവീസ് നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. സർവീസ് നിർത്തുമ്പോഴും ആ സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു മാർഗങ്ങളും ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല, ഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിർത്തിപ്പോവാണെങ്കിൽ നിർത്തിപ്പോകട്ടെ എന്ന ഒരു സമീപനമാണോ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന ഒരു സംശയം പോലും തോന്നിപ്പോവുകയാണ്. ഒന്ന് നോക്കൂ, പലയിടങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സാണ്. KSRTC ബസ്സുകൾ ഓടാത്ത ഒരുപാട് റൂട്ടുകളുണ്ട്. ആ റൂട്ടുകളിലൊക്കെ സ്വകാര്യ ബസ്സുകൾ പണി മുടക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ സർവീസ് നിർത്തുമ്പോൾ അത് ആരെയാണ് കാര്യമായിട്ട് ബാധിക്കുക? ആ നാട്ടിലെ പ്രമാണികളെയാണോ? അല്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. സ്വകാര്യ ബസ്സിൽ കയറി പോകുന്ന അല്ലെങ്കിൽ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. ആ റൂട്ടിൽ ചിലപ്പോൾ ഒരൊറ്റ ഓർഡിനറി ബസ്സൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരൊറ്റ ഓർഡിനറി ബസ് മതി. ആ ഒരൊറ്റ ഓർഡിനറി ബസ് ഓടുമ്പോൾ സ്വാഭാവികമായും ആ സ്വകാര്യ ബസ് ഉടമയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം അത് ഭീമമായിട്ടുള്ള നഷ്ടം തന്നെയാണ്. മാത്രവുമല്ല, ഈ ഓർഡിനറി ബസ് ഇങ്ങനെ ഓടുമ്പോഴും ഈ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നത് എന്താണ്? അതായത് ഈ സ്ത്രീകൾക്ക് നിങ്ങൾ സൗജന്യ യാത്ര കൊടുക്കണം, അത് കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഓർഡിനറി ബസ് പലയിടങ്ങളിലും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടി ആ പദ്ധതിയുടെ ഭാഗമാക്കൂ. ഇത് വിജയകരമാക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് ഇതിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നതെങ്കിൽ ഞങ്ങളെ കൂടി അതിൽ ഭാഗമാക്കൂ. എന്നിട്ട് KSRTCക്ക് നിങ്ങൾ കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്കും ഇത്തരം കോടി രൂപ തന്നാൽ മതി. അങ്ങനെ തരികയാണെങ്കിൽ ഈ പദ്ധതി നമുക്ക് വിജയകരമാക്കി മാറ്റാമല്ലോ എന്നാണ് ഈ പറയുന്ന ബസ് ഉടമകൾ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാകാം CP ജോൺ ഇത് കേൾക്കാത്തത്? എന്തുകൊണ്ടാകാം VD സതീശൻ ഇത് ഉൾക്കൊള്ളാത്തത്? അപ്പോൾ ഈ വനിതകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നു എന്നുള്ളത് ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയല്ലേ എന്ന് ചോദിച്ചാലും തർക്കമൊന്നുമില്ല. അവർ ചോദിക്കുന്നതിൽ കാര്യമുണ്ടല്ലോ. കാരണം ഓർഡിനറി ബസ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പറയുന്നുള്ള സ്ത്രീകൾക്ക് ഇതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര വനിതകൾക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാ KSRTC ബസ്സുകളിലും ഇവിടെ അനുവദിച്ചില്ല. പക്ഷെ ഓർഡിനറിയിൽ മാത്രമായിട്ട് അനുവദിക്കുമ്പോഴും സ്വാഭാവികമായും അത് എല്ലാവരിലേക്കും എത്തണമെങ്കിൽ അതിന് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ കൂടി പിന്തുണ ആവശ്യമാണ്. അവരെ കൂടി സഹകരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് കാണുന്നത്? അവരെ സഹകരിപ്പിക്കുന്നില്ല എന്നത് മാത്രമല്ല, ആ മേഖല അടച്ചുപൂട്ടി പോട്ടെ എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണെന്ന് പോലും സംശയം തോന്നുകയാണ്. അതായത് പല ബസ് ഉടമകളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നതെന്ന് അറിയാമോ? അതായത് ജീവനക്കാർക്ക് പോലും പൈസ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലുള്ള ആളുകൾക്ക്, അതായത് മറ്റേ മക്കൾക്കൊക്കെ ലൈസൻസ് എടുത്ത് കൊടുത്തിട്ട് അവരെ കണ്ടക്ടർമാരാക്കി മാറ്റുകയാണ്, ഞങ്ങൾ ആക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ കഞ്ഞിയിൽ കല്ലുവാരിയിട്ടിരിക്കുന്ന ഈ സർക്കാർ എന്നുള്ളതാണ്. എന്നിട്ടും ഒരാളും ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് കേട്ടോ. പടക്കം പൊട്ടിച്ചവരും അതുപോലെ തന്നെ പായസം വിതരണം ചെയ്തവരും ഒക്കെ ഇപ്പോ ഈ സർക്കാരിനെ നോക്കിയിട്ട് ഇത് എന്തുകൂട്ട് വിസ്മയാണ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. VD സതീശനെ സംബന്ധിച്ചോ CP ജോണിനെ സംബന്ധിച്ചോ ഇതൊരു വലിയ പ്രശ്നമല്ല. കാരണം എന്താണ്? അവരൊന്നും സാധാരണക്കാരല്ല എന്നുള്ളതാണ്. അവരൊക്കെ രാവിലെ ഈ പറയുന്നത് പോലെ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവരുടെ മക്കൾ പലയിടങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ അവരുടെ വീട്ടു വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിലാണ് അവർക്ക് ഈ പറയുന്ന സ്വകാര്യ ബസ്സുകളിൽ കയറി പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ KSRTC ബസ്സിൽ കയറി പോകേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം ഈ സാധാരണക്കാരുടെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ അല്ലെങ്കിൽ ഉടമകളുടെ ഒക്കെ അവരുടെ പ്രതിസന്ധികളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിൽ ഇവർക്ക്
വലിയ പ്രയാസം ഉണ്ടാകും, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മേഖല തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പൊതുവെ വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്നത് മാത്രമല്ല, ജനങ്ങളെ വലിയൊരു ദുരിതത്തിലേക്ക് കൂടി കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളുടെ നാട്ടിലേക്ക് ഉള്ളൊരു ബസ് ഇല്ലാതായാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകും? നിങ്ങൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഓട്ടോ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനം വിളിക്കേണ്ടി വരും. അപ്പോൾ ഭീമമായിട്ടുള്ള ഒരു തുക അവർക്ക് കൊടുക്കേണ്ടി വരും, അല്ലെ? അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ പണി ചെയ്ത് കിട്ടുന്ന തുകയിൽ നിന്നൊരു വലിയ ഭാഗം നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് കയ്യിൽ മിച്ചമുണ്ടാവുക? അപ്പൊ ഒന്നും ഉണ്ടാകില്ല. ഒരു ഭാഗത്ത് വിലകയറ്റം വലിയ രീതിയിൽ രൂക്ഷമാകുന്നു, ഒരു ഭാഗത്ത് സ്വകാര്യ ബസ് ഉടമകൾ ഈ രീതിയിൽ അവരും ബസ് സർവീസുകൾ നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ പൊതുവെ പലർക്കും പണിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടാകും. ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അതൊക്കെയാണ്. ജൂലൈ ഇപ്പോൾ 20 മുതൽ അവര് ബസ് ഉടമകൾ പണിമുടക്കാൻ പോവുകയാണ്. ആ പണിമുടക്കിന് ശേഷം ഇത് എന്ന് ഇനി പുനരാരംഭിക്കും എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതോടുകൂടി തന്നെ പലയിടങ്ങളിലും ഒക്കെ സർവീസ് നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗവൺമെന്റ് വളരെ കാര്യമായി തന്നെ ഇടപെടൽ നടത്തണം. ഒരു രീതിയിലും ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഫ്രീ സർവീസ് ഒക്കെ നിങ്ങൾ KSRTC-യിലൂടെ നടത്താൻ ശ്രമം നടത്തുമ്പോൾ, സ്വാഭാവികമായും അങ്ങനെ നടത്തുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ പരിഹരിക്കണമെന്നും ഒക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് പൊതുവെ ഇങ്ങനെ KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ സ്വകാര്യ ബസ് ഉടമകളെയും ആ മേഖലയും ഒക്കെ സംരക്ഷിക്കാനുള്ള നിലപാട് കൂടി നിങ്ങൾ സ്വീകരിക്കണമായിരുന്നു. പക്ഷെ അത് ഇവിടെ ഒന്നും കാണുന്നില്ല എന്നതാണ്. നോക്കൂ, ഈ ബസ് ജീവനക്കാർക്കും കുടുംബമില്ലെന്നേ, അവർക്കും ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ? ഉണ്ടെന്നേ. അപ്പൊ അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകണ്ടേ, അവരുടെ മക്കൾക്ക് പഠിക്കണ്ടേ, അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ? മിസ്റ്റർ VD സതീശ, CP ജോണെ, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യമൊക്കെ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ വേറെ എന്തെങ്കിലും കൂടി ഒരു സെപ്പറേറ്റ് മാർഗം കൂടി കണ്ടെത്തട്ടെ എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? അതായത് നിങ്ങൾ ചോദ്യങ്ങൾ വരുമ്പോൾ ന്യായീകരണം ഇറക്കാനുള്ള ആളുകളല്ല, അതിനെതിരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകാനുള്ളവരാണ് നിങ്ങൾ മന്ത്രിമാരെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളുടെ ചോദ്യങ്ങൾ വരാൻ നേരത്തെ അവരോട് മറുചോദ്യം ചോദിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. 102 സീറ്റിലാണ് ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ച് അവിടെ അധികാര കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളോട് വലിയ പ്രതിബദ്ധത നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ബസ് ഇതുപോലെ റീത്ത് വെച്ച് ഓടിയിട്ടുണ്ടോ? ഏതെങ്കിലും ബസ്സുകൾ കൂട്ടമായി ഇങ്ങനെ സർവീസ് നിർത്തിയിട്ടുണ്ടോ? ഇല്ല, നമുക്കറിയാമല്ലോ. പക്ഷേ UDF-ന്റെ ഈ ഒരു ഭരണകാലത്ത് ഭരണം നമ്മൾ കാണുകയാണ്. ഒരു മാസം കഴിയുമ്പോൾ തന്നെ കെട്ട ഭരണം കാണുന്നു, ദുരിതം പിടിച്ച ജീവിതം കാണുന്നു. ഈ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബസ് ഉടമകൾ നാളെ ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ ബസ് ജീവനക്കാർ നാളെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സേവ് ചെയ്തിട്ട് ഈ വാർത്ത, അതായത് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. കാരണം പല ബസ് ഉടമകളുമായും ബസ് ജീവനക്കാരുമൊക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് ഇത് CP ജോണിന്റെ കണ്ണു തുറപ്പിക്കുന്നില്ല ഇവരുടെ ഈ ദുരിത കണ്ണീർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സ്വകാര്യ ബസ് ഉടമകളെ പൂർണ്ണമായി തകർത്തുകൊണ്ട് ഇവർ ഏത് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് സുവർണ കാലഘട്ടമാണ്. കോർപ്പറേറ്റുകളെ വലിയ രീതിയിൽ തന്നെ വളർത്തുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അതുകൊണ്ട് ഇവരെയൊക്കെ തകർത്തിട്ട്, ഈ സ്വകാര്യ ബസ് മേഖലയിലുള്ള ആളുകളെ തകർത്തിട്ട് ഏത് കോർപ്പറേറ്റുകളെ വളർത്താൻ വേണ്ടിയാണ് ഈ സർക്കാർ ശ്രമിക്കുന്നതെന്നൊക്കെ പോകെ എല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും സ്വകാര്യ ഈ ഒരു ബസ് മേഖല തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരെ വലിയ ജനവികാരം വരും ദിവസങ്ങളിൽ തന്നെ എന്തായാലും ഉരുത്തിരിഞ്ഞു വരും. എന്തിന് കോൺഗ്രസ്സുകാർക്ക് പോലും, കോൺഗ്രസ് നേതാക്കളിൽ പല ആളുകൾക്ക് പോലും ഈ ഇതുപോലെ ബസ് ഉണ്ടെന്നേ, അവർ പോലും ഈ സർവീസ് നിർത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്നിട്ട് പോലും ഈ സർക്കാർ ഒരു രീതിയിലുള്ള നിലപാടും സ്വീകരിക്കുന്നില്ല. വളരെ ഒരു മോശമായിട്ടുള്ള ഒരു സമീപനം CP ജോണും മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.